സോ ഹാലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിയോൺ SSLCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ SSLC ഫിസിക്സിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. PYQ ഡിസ്കഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഫുൾ റിവിഷനും അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിലുള്ള മുഴുവൻ ഇക്വേഷനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കാണാത്തവരൊന്ന് പോയി കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പോയി കാണുക. ഓക്കെ, അത് കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം, അതായത് 2023-24 ബാച്ചുകാർ എഴുതിയ ഓണം പരീക്ഷയിൽ, ഓണം എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ട് അതില് ചാപ്റ്റർ 1-ൽ നിന്നും വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് 2023-24 ബാച്ചില് ഓണപരീക്ഷയ്ക്ക് ചാപ്റ്റർ 1-ൽ നിന്നും വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നമുക്ക് അടുത്ത വർഷത്തെ എല്ലാ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ എല്ലാ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിന്റെ വീഡിയോ ലോഡിംഗ് ആണ്, അതൊക്കെ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അല്ലാത്ത ഏതെങ്കിലും സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റിന്റെ ആയാലും നിങ്ങൾക്ക് കമന്റ് ബോക്സ് ചോദിക്കുക, ചെയ്യാൻ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ മാസ്റ്റർ സീരീസിന്റെ കാര്യം അത് ഞാൻ കുറച്ചൊന്ന് ഡിലേ ചെയ്ത് വെക്കുന്നതാണ്. കാരണം നമുക്ക് ഫിസിക്സ് അതുപോലെ IT വരികയാണ്, അതൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കണം. പിന്നെ ഒരു വശത്തോടെ നമ്മൾ ഷോർട്സ് പോകുന്നുണ്ട്, ഫ്രേസൽ വെർബ്സ്, അതൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കാൻ വേണ്ടി ഉള്ള തിരക്കിനിടയിലാണ് ഞാൻ നമ്മുടെ നമ്മുടെ മാസ്റ്റർ സീരീസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലേ ചെയ്യുന്നത്. അതും വൈകാതെ നമ്മൾ പൊടിതട്ടി എടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം. നമുക്കപ്പം 2023-ലാണ്. ഓക്കെ, 2023-ലെ ഓണം എക്സാം, 2023-ലെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. 2023 ഓണം എക്സാമിന് ചോദിച്ച അതിന്റെ ഫസ്റ്റ് ചോദ്യമാണ് ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ഓക്കെ, ഒന്നാം പദ ജോഡി ബന്ധം കണ്ടെത്തി രണ്ടാം പദ ജോഡി ബന്ധം പൂർത്തിയാക്കുക. C/S എന്ന് പറയുന്ന ആംപെയർ ആണ്, J/C എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാവുന്നത് ഈ ആംപെയർ എന്ന് പറഞ്ഞാൽ എന്താണ്. ആംപെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ, ആംപെയർ എന്ന് പറഞ്ഞാൽ അഥവാ വൈദ്യുതി, കറണ്ട്, ഈ സംഭവം കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപെയർ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന A എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ A ആണ് ആംപെയറിനെ സൂചിപ്പിക്കുന്നത്. അതപ്പോ നമുക്ക് കിട്ടിയത് ആംപെയർ എന്ന് പറയുന്ന A ആണ്. ഓക്കെ, അത് സംഭവിച്ചു. ആംപെയർ എന്ന് പറഞ്ഞ A ആണ്. അവിടെ ഈ C/S എന്തുവാ, J/C എന്തുവാ? എടാ, അവിടെയാണ് ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡിൽ, അതായത് 2 വീഡിയോസ്, ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ 2 വീഡിയോസ് ഫുൾ റിവിഷനിലും ഇക്വേഷൻ ഇട്ട വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് ബേസിക് ഇക്വേഷനെ കുറിച്ച്. ഈ ഒരു 3 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ ഈ ഇക്വേഷന്റെ കൂടെ ഇതിന്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഇതിന്റെ ഫുൾ നെയിം R എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ്, റെസിസ്റ്റൻസ് ആണ്, അതിന്റെ യൂണിറ്റ് ഇതാണ്, അത് ഇങ്ങനെ സൂചിപ്പിക്കുന്നു എന്നെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ നോക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ വീഡിയോ ക്വസ്റ്റ്യൻസ് ഇതുപോലെ വല്ലതും വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എടാ, W എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത്. പ്രവൃത്തി, വർക്കാണ്, വർക്ക്. ഇതിന്റെ യൂണിറ്റ് ജൂൾ ആണ്, ജൂള്. ഡിനോട്ട് ചെയ്യുന്നത് J ആണ്. ഓക്കെ, V എന്ന് പറഞ്ഞാൽ വോൾട്ട് ആണ്, അതിന്റെ യൂണിറ്റും വോൾട്ട് തന്നെ. ഡിനോട്ട് ചെയ്യുന്നത് V എന്ന് പറഞ്ഞ അക്ഷരം. ഓക്കെ, Q എന്ന് പറഞ്ഞാൽ വൈദ്യുത ചാർജ് ആണ്. ഓക്കെ, വൈദ്യുത, അതിന്റെ മലയാളം എനിക്ക് അറിഞ്ഞൂടാ, ഒന്ന് നോക്കുക. വൈദ്യുത ചാർജ് ആണ്, വൈദ്യുത ചാർജ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോം ആണ്. ഓക്കെ, കൂളോം. ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റർ C ആണ്. ഓക്കെ, ആർ എന്ന് പറഞ്ഞാല്, ഇങ്ങോട്ട് എഴുതാം. ആർ എന്ന് പറഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ്. പ്രതിരോധം എന്ന് മലയാളത്തിൽ പറയും റെസിസ്റ്റൻസ്. അത് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ, സൂറടാ. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞ ഓം ആണ്, അത് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു ചിഹ്നമാണ്. ഓക്കെ, പിന്നെ നമുക്കുള്ള I ആണ്. I എന്ന് പറഞ്ഞ കറണ്ട് ആണ്, വൈദ്യുത പ്രവാഹ തീവ്രത, കറണ്ട്. അതിന്റെ യൂണിറ്റ് ആംപെയർ, നമ്മൾ നേരത്തെ പറഞ്ഞു ആംപെയർ ആണ്. അത് ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റർ A ആണ്. പിന്നെയുള്ള T ആണ്. T എന്ന് പറയുന്ന സമയം.
സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സെക്കൻഡ് അത് സൂചിപ്പിക്കുന്ന എസ് എന്ന് പറയുന്ന അക്ഷരമാണ്. ഓക്കെ, എസ് എന്ന് പറയുന്ന അക്ഷരമാണ്. ഓക്കെ, ഇത് സെറ്റായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചോദ്യം നോക്കുക. അവിടെ നമുക്ക് കണ്ടെത്താനുള്ള സി എന്താണ്, എസ് എന്താണ്, അതുപോലെ ജെ എന്താണ്, സി എന്താണ്. അവിടെ സി എന്താണ് നമുക്ക് കിട്ടി, കൂളോം ആണ് സി എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്, അതായത് കൂളോം ബൈ സെക്കൻഡ് ആണ്. നമുക്ക് ആംപെയർ എന്ന് കിട്ടി. ആംപെയർ എന്ന് പറഞ്ഞാൽ സി ബൈ എസ് ആണ്. കൂളോം എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ സിക്ക് വരെ നമുക്ക് ക്യൂ എഴുതാം. എസ് എന്ന് പറഞ്ഞാൽ ടൈമിന്റെ യൂണിറ്റ് ആണ്, അപ്പൊ നമുക്ക് എസിന് പകരം ടി എഴുതാം. ആംപെയർ എന്ന് പറഞ്ഞാൽ ഐക്ക് പകരമുള്ളതാണ്, സോ നമുക്ക് ഐ എഴുതാം. ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കപ്പോൾ കിട്ടി. അതായത് ഈ ഇക്വേഷനാണ് നമുക്ക് നേരത്തെ ഇവിടെ തന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷനാണ് ശരിക്കും ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ അത് കുറച്ചുകൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് മറ്റേ ചോദിക്കാം, ജെ ബൈ സി എന്താണ്. ഓക്കെ, ജെ ബൈ സി, ജെ ബൈ സി. അവിടെ ജെ എന്തുവാന്ന് നമുക്ക് സി കിട്ടി, സി കൂളോം വന്ന് കിട്ടി. ഓക്കെ, സി കൂളോം വന്ന് കിട്ടി, സി കൂളോം വന്ന് കിട്ടി. അങ്ങനെയാണ് ജെ എന്താ, ജെ എന്ന് പറഞ്ഞാൽ വർക്കാണ്. വർക്ക് അതായത് ഡബ്ല്യു. ഡബ്ല്യു ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ആണ്. അതായത് വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ജെ ബൈ സി എന്ന് പറഞ്ഞ വോൾട്ട് ആണ്. ആ വോൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, വോൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഈ വോൾട്ട് അല്ല എഴുതിയിരിക്കുന്നത്, യൂണിറ്റ് വോൾട്ട് ആണ്. ഓക്കെ, യൂണിറ്റ് വോൾട്ട് ആണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പം മാറി വന്നാൽ മറന്നു പോകരുത്. ഇവിടെ നമുക്ക് യൂണിറ്റ് ആണ് എഴുതേണ്ടത്. ആൻസർ വോൾട്ട് ആണ്. ഏത് വോൾട്ട് ആണ്, യൂണിറ്റ് വോൾട്ട് ആണ്. ഓക്കെ, യൂണിറ്റ് ആണ്. ഓക്കെ, യൂണിറ്റ് ആണ്. ഓക്കെ, പക്ഷെ അത് സെറ്റായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് അതിന്റെ രണ്ടാമത്തെ ആ ഒരു ഓണപരീക്ഷയ്ക്ക് രണ്ടാമത് ചോദിച്ച ചോദ്യം, ചുവടെ കൊടുത്തവയിൽ നിന്ന് എൽ ഇ ഡി ബൾബിന്റെ ഭാഗം അല്ലാത്തത് ഏതെന്ന് കണ്ടെത്തി എഴുതാനാണ്. ഓക്കെ, ഭാഗം അല്ലാത്തത് ഏതെന്ന് കണ്ടെത്തി എഴുതാനാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് എൽ ഇ ഡി ബൾബ്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഡിഫ്യൂസർ കപ്പ്, ഫിലമെന്റ്, ഹീറ്റ് സിങ്ക്, പവർ സപ്ലൈ ബോർഡ്. എടാ, ഇത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഡിഫ്യൂസർ കപ്പിനെ പറ്റി പഠിച്ചിട്ടില്ല, ഹീറ്റ് സിങ്കിനെ പറ്റി പഠിച്ചിട്ടില്ല, പവർ സപ്ലൈ ബോർഡിനെ പറ്റി പഠിച്ചിട്ടില്ല. പക്ഷെ ഫിലമെന്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടാ, അപ്പൊ നമുക്കറിയാം ഫിലമെന്റ് എൽ ഇ ഡി ബൾബിലുള്ളതല്ല. എൽ ഇ ഡി ബൾബിന്റെ ഉപകരണവും ഉപയോഗവും ഒന്നും, ഉപകരണത്തിന്റെ ഉപയോഗങ്ങളും അതിന്റെ പേരും ഒന്നും പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റും. കാരണം ഫിലമെന്റ് നമ്മൾ അല്ലാതെ പഠിക്കുന്നതാണ്. ഫിലമെന്റിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുവാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഫിലമെന്റിനെ പറ്റി നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എൽ ഇ ഡി ബൾബിന്റെ ഭാഗമല്ല ഫിലമെന്റ് എന്ന്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്ന ഫിലമെന്റ് ആണ്. ഓക്കെ, ഫിലമെന്റ് ആണ് ഇതിന്റെ ആൻസർ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാനാണെങ്കിൽ നിങ്ങൾ, ഞാൻ ഒരു ഇത് തരുവാണ്, നിങ്ങൾ എല്ലാം പഠിച്ചിട്ട് എല്ലാം ഒന്ന് ഇതാക്കി റിവൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പരീക്ഷയിൽ കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതിന്റെ പേരൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് വായിച്ചെടുക്കുക. ബേസ് യൂണിറ്റ് അതിന്റെ ഉപയോഗം, ഹീറ്റ് സിങ്ക് അതിന്റെ ഉപയോഗം, ബേസ് പ്ലേറ്റ് അതിന്റെ ഉപയോഗം. ഈ ഹീറ്റ് സിങ്ക് ആണെന്ന് തോന്നുന്നു നമുക്ക് ഓണപ്പരീക്ഷ 2024 ഓണപ്പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. പിന്നെ ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ അതിന്റെ ഉപയോഗം, പവർ സപ്ലൈ ബോർഡ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്, ഡിഫ്യൂസർ കപ്പ്, ഇതിന്റെ എല്ലാം ചോദിക്കും. ഇംഗ്ലീഷ് മീഡിയം ഇവിടെ തന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതൊന്നും നിങ്ങൾ ആ ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ചു കിട്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ എഴുതാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്ത സർക്യൂട്ട് നിരീക്ഷിക്കുക. 2 ഓം പ്രതിരോധത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത കാണുക. അതായത് ഈ ഒരു റെസിസ്റ്റൻസിലൂടെ പോകുന്ന വൈദ്യുത പ്രവാഹ തീവ്രത, കറണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എടാ, ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സീരീസ് കണക്ഷനും പാരൽ കണക്ഷനും തമ്മിൽ നമ്മൾ ഡെപ്ത് ആയിട്ട് കഴിഞ്ഞ ഫസ്റ്റ് റിവിഷനിലെ നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. എടാ, ഇത് സീരീസ് കണക്ഷനാണ്, പാരലൽ കണക്ഷനാണ്. എടാ, ഇത് ഉറപ്പായിട്ടും സീരീസ് കണക്ഷനാണ്. ഓക്കെ, സീരീസ് കണക്ഷൻ. അതെങ്ങനെ? എടാ, ഇത് ഉറുമ്പ് പോകുന്ന പോലെ പുറകെയാണ് റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത്. ഒരേ ലൈനിലാണ് റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം അത് സീരീസ് കണക്ഷനാണ്. അല്ലാതെ ഇങ്ങനെ വന്നിരുന്നത്, ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇത് പാരലാണ്, ഇത് പാരലാണ് പറയുന്നത്. രണ്ടും സമാന്തരമായിട്ട് വന്നാൽ അത് സമാന്തര രീതിയാണ്. പക്ഷെ ഇവിടെ സീരീസ് ആണ് വന്നിരിക്കുന്നത്, ശ്രേണി രീതിയാണ്. ഓക്കെ, അപ്പം ഇത് സീരീസ് കണക്ഷനാണ്. സീരീസ് കണക്ഷനിൽ നോക്കുക, കറണ്ട് സെയിം ആയിരിക്കും. സീരീസ് കണക്ഷനിലെ കറണ്ട് സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. വോൾട്ടേജ് വ്യത്യാസമായിരിക്കും, പക്ഷെ കറണ്ട് സെയിം ആയിരിക്കും. അതായത് 2 ഓമിലും വരുന്നത് 4 ഓമിൽ വരുന്ന കറണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. എടാ, ശ്രേണി രീതിയിൽ സീരീസ് കണക്ഷനിൽ
റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് R1 + R2 ആണ്. അതായത് ഇവിടെ 2+4 ആണ് വരുന്നത്. 2+4 എന്ന് പറയുന്നത് 6 ഓം ആണ്. R എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കിട്ടി 6 ഓം ആണ്. പിന്നെ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഓം നിയമം ഉപയോഗിക്കാം. അതായത് V/R ആണ് I എന്ന് പറയുന്നത്. V എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ആണെന്ന് അറിയാം. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 3 വോൾട്ട് ആണ്. അതുപോലെ നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു R ആണെന്നാണ്. 3B6 ആണ്. നമുക്ക് വെട്ടി കുറച്ച് 1/2 എന്ന് എഴുതാം. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആംപിയർ ആണ്. ഓക്കെ, നമുക്ക് ഇത് സെറ്റായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, 0.5 ആംപിയർ ആണ് ഇതിലൂടെ പോകുന്ന ഈ ഒരു രീതിയിലൂടെ പോകുന്ന ഈ ഒരു സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വെക്കുക. ഓക്കെ, ചുവടെ കൊടുത്ത സർക്യൂട്ടുകൾ ഏത് സർക്യൂട്ടുകളിലെ ബൾബുകളായിരിക്കും കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നത്? ഓക്കെ, രണ്ട് സർക്യൂട്ട് തന്നിട്ടുണ്ട്. സർക്യൂട്ടിൽ രണ്ടിലും 230 വോൾട്ട് ആണ് കടത്തി വിടുന്നത്. ഒരു ബൾബിൽ 60 വാട്ട് ഉണ്ട്, രണ്ടാമത്തെ ബൾബിൽ 40 വാട്ട് ഉണ്ട്. ഇവിടുത്തെ ഏക വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ശ്രേണി രീതിയിലും സീരീസ് കണക്ഷനിലും മറ്റൊരെണ്ണം സമാന്തര രീതിയിലും പാരലൽ കണക്ഷനിലുമാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ സർക്യൂട്ടിൽ ഏത് സർക്യൂട്ടിലെ ബൾബുകളായിരിക്കും കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നത്? അതായത് കറണ്ട് കൂടുമ്പോഴാണല്ലോ കൂടുതൽ ശോഭ വരുന്നത്. ഓക്കെ, കറണ്ട് കൂടുമ്പോഴാണ് കൂടുതൽ ശോഭ വരുന്നത്. അപ്പം ഇതിൽ ഏതിൽ കൂടെയാണ് കൂടുതൽ കറണ്ട് പോകുന്നത് നോക്കുക. ഏതിൽ കൂടെയാണ് കൂടുതൽ കറണ്ട് പോകുന്നത് നോക്കുക. എടാ, കറണ്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ കറണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ റെസിസ്റ്റൻസ് കുറയുക എന്നാണ്. റെസിസ്റ്റൻസ് കുറയുമ്പോഴാണ് കറണ്ട് കൂടുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കുക, സീരീസ് കണക്ഷനിലാണോ പാരലൽ കണക്ഷനിലാണോ സഫല പ്രതിരോധം കൂടുതൽ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതൽ ഏതിനകത്താന്ന് നോക്കുക. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ആണ് സീരീസ് കണക്ഷനിൽ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുവാണ് പാരലൽ കണക്ഷൻ. അതായത് ഡിക്രീസ് ചെയ്യുന്ന എവിടാണോ സഫല പ്രതിരോധം കുറയുന്നത് അവിടെയാണ് കറണ്ട് കൂടുന്നത്. സഫല പ്രതിരോധം കൂടുന്നിടത്ത് കറണ്ട് കുറയുന്നു, സഫല പ്രതിരോധം കുറയുന്നിടത്ത് കറണ്ട് കൂടുന്നു. അതാണ് നടക്കുന്നത്. അതായത് ഇവിടെ സർക്യൂട്ട് 2-ലാണ് ഏറ്റവും കൂടുതൽ കറണ്ട് വരാനുള്ള സാധ്യത. കാരണം അവിടെ സമാന്തര രീതിയിലാണ്, പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷനിൽ സഫല പ്രതിരോധം കുറവായിരിക്കും, പ്രതിരോധം കുറവാകുമ്പോൾ കറണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ അല്ലാതെ നമുക്ക് മറ്റേ ഇതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് കുറച്ച് ചടങ്ങാണ്. അതിലും നല്ലത് നിങ്ങൾ ഈ ഒരു ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് മറ്റേ ഇക്വേഷൻ I²RT അങ്ങനെയൊക്കെ വെച്ച് ചെയ്യേണ്ടി വരും. അതൊക്കെ വലിയ ചടങ്ങാവും. ഓക്കെ, അതിലും നല്ലത് ഈ കറണ്ട് കൂടുമ്പം പ്രതിരോധം കുറഞ്ഞു ഈ ഒരു തിയറി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലും കൊടുത്തിട്ടുണ്ട്. ആൻസർ സർക്യൂട്ട്, രണ്ടാമത്തെ സർക്യൂട്ടാണ്. ഓക്കെ, നമുക്കിപ്പം ഇനി ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യാം. 100 ഓം പ്രതിരോധമുള്ള ഒരു താപനോപകരണത്തിലൂടെ 3 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ അതിന്റെ പവർ എന്തായിരിക്കും? A heating appliance has a resistance of 100 ohm. If 3 ampere current flows through it, what is the power of the appliance? അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ള പവർ ആണ്. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട്. പവർ കണ്ടുപിടിക്കാൻ ഒന്ന് H/T ആണ്. അതായത് എച്ചിന്റെ ഇക്വേഷൻസിനോടെല്ലാം T ഹരിക്കുക. അതായത് I²RT T പോയാൽ I²R ആവും. V²RT T പോയാൽ V²R ആവും. VIT T പോയാൽ VI ആവും. ഇതാണ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, നമുക്ക് പിന്നെ തന്നിട്ടുള്ളത് 100 ഓം പ്രതിരോധം, അതായത് R തന്നിട്ടുണ്ട്. അതുപോലെ 3 ആംപിയർ വൈദ്യുതി Iയും തന്നിട്ടുണ്ട്. ഈ അവിടെ Iയും Rഉം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ഏതാണ്? Iയും Rഉം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ I²R ആണ്. I²R. അതായത് നമുക്കിപ്പം I²R എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. I²R എന്ന് പറഞ്ഞാൽ I എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3 × 3 × 100. 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 × 100 എന്ന് പറഞ്ഞാൽ 900 വാട്ട് ആണ്. അതാണ് ഉത്തരം. ഇതിന്റെ പവർ എന്ന് പറഞ്ഞാൽ 900 വാട്ട് ആണ്. ഓക്കെ, സെറ്റാന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഇൻകാൻഡസെന്റ് ലാമ്പുകളെ അപേക്ഷിച്ച് LED ലാമ്പുകളുടെ 2 മേന്മകൾ എഴുതുന്നത്. നമ്മൾ റിവിഷന്റെ ആ ഒരു വീഡിയോ നമ്മൾ ആണായിട്ട് പറഞ്ഞാണ് ഈ ഒരു സംഭവം പഠിച്ചു വെക്കാൻ. ഇതിന്റെ 2 മേന്മകൾ ഏതൊക്കെയാണ്? ഇത് നമുക്ക് എഴുതാം. ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നില്ല. മെർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരമല്ല. പിന്നെ നിങ്ങൾക്ക് വേണേൽ കുറഞ്ഞ ചെലവെന്നോ അങ്ങനെയൊക്കെ നിങ്ങൾ വേണേൽ കയ്യിൽ നിന്നിട്ട് എഴുതാം. ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ ഫിലമെന്റ് ചുട്ടുപഴുത്ത പ്രകാശം പുറപ്പെടുവിക്കുന്നു. ഇൻകാൻഡസെന്റ് ലാമ്പിലെ ഫിലമെന്റ് ചുട്ടുപഴുത്ത പ്രകാശം പുറപ്പെടുവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിന്റെ പേര് എഴുതുക. ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിന്റെ പേരെന്താ? അതാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. ടങ്സ്റ്റൺ.
ടങ്സ്റ്റൺ എന്ന് പറയുന്നതാണ് ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ടങ്സ്റ്റൺ. അതായത് ഇതൊക്കെ നമ്മൾ റിവിഷനിൽ പഠിച്ചതാണ്. ഈ പദാർത്ഥത്തിന് രണ്ട് സവിശേഷതകൾ, ഈ ഒരു പദാർത്ഥത്തിന് രണ്ട് സവിശേഷത ഒക്കെയാണ്. നമ്മൾ നാലെണ്ണം പഠിച്ചാണ്. ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, ഹൈ ഡക്റ്റിലിറ്റി ഉണ്ട്, എബിലിറ്റി ടു റിമെയിൻ ഇൻ ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഓക്കെ, ഈ ഒരു നാലെണ്ണം പഠിച്ചു നോക്കുക. ഇതിൽ ഈ ഒരു മൂന്നെണ്ണം പഠിച്ചു വെച്ചാൽ, ഈ ഒരു മൂന്നെണ്ണം നിങ്ങൾക്ക് പഠിച്ചു വെച്ചു. ഇപ്പൊ നമുക്ക് രണ്ടെണ്ണേ ചോദിച്ചിട്ടുള്ളൂ. ഈ ഒരു മൂന്നെണ്ണം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മറ്റേ നിക്രോമിനും എഴുതി വെക്കാം. ഓക്കെ, നിക്രോമിനും നിങ്ങൾക്ക് വേണേ ഈ ഒരു മൂന്നെണ്ണം എഴുതി വെക്കാം. സോ ഈ മൂന്നെണ്ണം പഠിച്ചു നിങ്ങൾക്ക് ടങ്സ്റ്റൻ ചോദിച്ചാലും എഴുതാം, നിക്രോം ചോദിച്ചാലും എഴുതാം. നിങ്ങൾക്ക് ഇതുപോലെ ചിലപ്പം രണ്ടെണ്ണോ മൂന്നെണ്ണോ എഴുതാനേ ചോദിക്കത്തുള്ളൂ. സോ ഇതൊന്നും നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് വേറൊരെണ്ണം നോക്കാം. പട്ടികയിൽ വിട്ടുപോയ ഭാഗങ്ങൾ ഉചിതമായി പൂരിപ്പിക്കുക. അതാടാ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഫസ്റ്റ് പഠിച്ച ടോപ്പിക്കാണ് എനർജി ചേഞ്ച്. എന്താ ഊർജമാറ്റം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഉദാഹരണം തന്നിട്ടുണ്ട് വൈദ്യുത ബൾബ്. ഊർജമാറ്റം തന്നിട്ടില്ല. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലം തന്നിട്ടുണ്ട്, പ്രകാശഫലം. അവിടെ ഇവിടെ ഏതാണ് വരുന്നത്? ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം ചോദിച്ചാൽ നോക്കിയാൽ ഇലക്ട്രിക് ബൾബ് ഉണ്ട്. എനർജി ചേഞ്ച് തന്നിട്ടില്ല. എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് എഫക്റ്റ് ആണ്. അവിടെ ഇലക്ട്രിക് ബൾബിന്റെ ഊർജ്ജമാറ്റം എന്താണ്? വൈദ്യുത ബൾബ് സ്വിച്ച് ഇടുകയാണ്. സ്വിച്ച് ഇടുമ്പോൾ വൈദ്യുതോർജ്ജമാണ് ഉണ്ടാകുന്നത്. വൈദ്യുതോർജ്ജം ഏത് ഊർജ്ജമായിട്ട് മാറുന്നു? ബൾബ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് തരുന്നതാണ്. സോ അത് പ്രകാശോർജ്ജമായിട്ട് മാറുന്നു. സോ ഫസ്റ്റ് ആൻസർ ഇലക്ട്രിക് എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഇനി നോക്കാം, ഏതോ ഒരു ഉപകരണം വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. അവിടെ നിങ്ങൾക്ക് ഏത് ഉപകരണം വേണമെങ്കിലും എഴുതാം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഇലക്ട്രിക് ഹീറ്റർ ആണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ അയൺ ബോക്സ് എഴുതാം, ഇസ്തിരിപ്പെട്ടി എഴുതാം. അതുപോലെ താപം കിട്ടുന്ന ഏത് എന്താ പറയുക ഉപകരണം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഏത് ഉപകരണം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അഥവാ താപഫലം എന്ന് പറയുന്നത് ഹീറ്റ് എഫക്റ്റ് ആയിരിക്കും. ഏത് ഉപകരണം എടുത്താലും അതിന്റെ, നിങ്ങളിപ്പോ ഇസ്തിരിപ്പെട്ടി എഴുതിയാലും ഹീറ്റർ എഴുതിയാലും അതിന്റെ എല്ലാത്തിന്റെ താപഫലം, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലം അത് താപഫലമായിരിക്കും. ഓക്കെ, താപഫലമായിരിക്കും. പിന്നെ നമുക്ക് നോക്കാനുള്ള മിക്സിയാണ്. മിക്സിയുടെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഫക്റ്റ് ആണ്, യാന്ത്രിക ഫലമാണ്. അതിന്റെ മിക്സിയുടെ ഊർജ്ജമായിട്ട് നമ്മൾ റിവിഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു. മിക്സി സ്വിച്ച് ഇടുമ്പോൾ വൈദ്യുതോർജ്ജം ഉണ്ടാകുന്നു. അതിനകത്ത് കിടന്ന് കറങ്ങുകയാണ്. കറങ്ങുമ്പോൾ ഏതാ ഉണ്ടാവുന്നത്? യാന്ത്രികോർജ്ജമാണ്. മെഷീനാണ്, മെക്കാനിക്കൽ എനർജിയാണ്. സോ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, സ്റ്റോറേജ് ബാറ്ററി നമ്മൾ പറഞ്ഞാണ് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലം, അതിന്റെ ഫലം ഏതാണ്? ഫലം കെമിക്കൽ എഫക്റ്റ് ആണ്. കെമിക്കൽ എഫക്റ്റ് രാസഫലമാണ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ കൊടുത്ത പ്രസ്താവനകൾ തരം തിരിച്ച് പട്ടിക പൂർത്തിയാക്കണം. നിങ്ങൾക്ക് ഇവിടെ 6 പോയിന്റ് തന്നിട്ടുണ്ട്. 6 പോയിന്റ് ഇതിൽ ശ്രേണി രീതിയും സമാന്തര രീതിയായിട്ട് മാറ്റി എഴുതാനാണ് തന്നിരിക്കുന്നത്. ഈ ഒരു 6 പോയിന്റ് സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനുമായിട്ട് മാറ്റി 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 എഴുതാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എഴുതാം. ഫസ്റ്റ് നോക്കുക, സഫല പ്രതിരോധം കൂടുന്നു. ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. അവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന പ്രതിരോധം ഏത് രീതിയിൽ വെക്കുമ്പോഴാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇവിടെ കിടപ്പുണ്ട്. സീരീസ് കണക്ഷനിലാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ബോക്സിലാണ് വരുന്നത്. എ എന്ന് പറയുന്നത് ശ്രേണി രീതിയിലാണ് വരുന്നത്. സഫല പ്രതിരോധം കൂടുന്നത് ശ്രേണി രീതിയിലാണ്. അടുത്ത, പ്രതിരോധങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടുന്നു. When the number of resistors increases, current also increases. അതായത് പ്രതിരോധം കുറയുമ്പോൾ കറണ്ട് കൂടുക. പ്രതിരോധം കുറയുമ്പോൾ, അതായത് സഫല പ്രതിരോധം കുറയുന്ന എവിടെയാണ്? അതാണ് അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. സഫല പ്രതിരോധം കുറയുക എന്നാണ്. സഫല പ്രതിരോധം കുറയുന്ന എവിടെ? സഫല പ്രതിരോധം കൂടുമ്പോൾ സഫല പ്രതിരോധം കുറയുന്നതും പാരലൽ കണക്ഷനിലാണ്. പാരലൽ കണക്ഷൻ, അതായത് ബി എന്ന് പറയുന്നത് പാരലൽ കണക്ഷനിൽ വരും. സമാന്തര രീതിയിലാണ് ബി വരുന്നത്. ഓക്കെ, അടുത്ത, പ്രതിരോധകങ്ങളിൽ താഴ്ന്ന പ്രതിരോധമുള്ളത് കൂടുതൽ ചൂടാക്കുന്നു. താഴ്ന്ന പ്രതിരോധമുള്ളത് കൂടുതൽ ചൂടാകുന്നു. ഇത് സമാന്തര രീതിയിലുള്ളതാണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക, പാരലൽ കണക്ഷനിലുള്ളതാണ്. പ്രതിരോധത്തിന്റെ മൂല്യത്തിനനുസരിച്ച് വോൾട്ടേജ് വിഭജിക്കപ്പെടുന്നു. ആ വോൾട്ടേജ് വിഭജിക്കപ്പെടുന്നത് ഇവിടെ ബി ഉണ്ട് കേട്ടോ. സി അല്ലേ?
ഓക്കെ. അപ്പം വോൾട്ടേജ് വിഭജിക്കപ്പെടുന്ന എവിടെയാണ്? ഇത് സീരീസ് കണക്ഷനിലാണ് വോൾട്ടേജ് വിഭജിക്കപ്പെടുന്നത്. വോൾട്ടേജ് വിഭജിക്കപ്പെടുന്നത് സീരീസ് കണക്ഷനിലാണ്. സോ ഇവിടെയാണ് നമുക്ക് ഡി വരുന്നത്. സീരീസ് കണക്ഷനിലാണ് നമുക്ക് ഡി വരുന്നത്. അടുത്ത കറണ്ട് വിൽ ബി സ്പ്ലിറ്റ് അപ്പ് എമംഗ് ദ റെസിസ്റ്റേഴ്സ്. പ്രതിരോധത്തിന്റെ മൂല്യത്തിനനുസരിച്ച് കറണ്ട് വിഭജിക്കപ്പെടുന്നു. കറണ്ട് വിഭജിക്കപ്പെടുന്നത് എവിടെയാണ്? പാരലൽ കണക്ഷനിലാണ്. പാരലൽ കണക്ഷനിലാണ് കറണ്ട് വിഭജിക്കപ്പെടുന്നത്. സോ ഇവിടെയാണ് ഇ വരുന്നത്. പ്രതിരോധങ്ങളെ പ്രത്യേക സ്വിച്ച് വഴി നിയന്ത്രിക്കാൻ കഴിയില്ല. റെസിസ്റ്റേഴ്സ് കനോട്ട് ബി കൺട്രോൾഡ് ബൈ സെപ്പറേറ്റ് സ്വിച്ചസ്. സ്വിച്ചസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സീരീസ് കണക്ഷനിലാണ്. സീരീസ് കണക്ഷനിലാണ്, അതായത് ശ്രേണീയ രീതിയിലാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ശ്രേണീയ രീതിയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ശരിയായിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അമിത വൈദ്യുത പ്രവാഹം മൂലം ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് ഒരു വൈദ്യുത സർക്യൂട്ടിനെ രക്ഷിക്കാനുള്ള സുരക്ഷാ സംവിധാനമാണ് ഫ്യൂസ്. അത് പോട്ടെ, നമുക്ക് എ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ മെറ്റീരിയൽ യൂസ് ഫോർ മേക്കിംഗ് ഫ്യൂസ് വെയർ. ഫ്യൂസ് വെയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? അവിടെ ഫ്യൂസ് വെയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ റിവിഷനിൽ പഠിച്ചിട്ടുണ്ട്. ഫ്യൂസ് വെയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ആണ്. ടിന്നിന്റെ ലെഡിന്റെ ലോഹ സങ്കരമാണ് ഫ്യൂസ് വെയർ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫ്യൂസ് വെയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിന് പ്രധാന സവിശേഷത ഇത്. റൈറ്റ് ഡൗൺ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ മെറ്റീരിയൽ. അവിടെ ഫ്യൂസ് വെയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിന്റെ സവിശേഷത എന്താണ്? അവിടെ ഫ്യൂസ് വെയർ എന്ന് പറഞ്ഞാല് നമ്മുടെ അമിത ചൂട് വരുമ്പം വിച്ഛേദിക്കപ്പെടുന്നു, പെട്ടെന്ന് വിച്ഛേദിക്കപ്പെടുന്നു. അതായത് താഴ്ന്ന മെൽറ്റിംഗ് പോയിന്റ്, താഴ്ന്ന ദ്രവണാങ്കമാണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് നമ്മുടെ ടിന്നിൻ ലെഡിനും ഉള്ള സവിശേഷത. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സർക്യൂട്ടിൽ ഫ്യൂസ് വെയർ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളില്ല. റൈറ്റ് ഡൗൺ ഇൻ ടു പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വൈൽ കണക്ടിങ് എ ഫ്യൂസ് വെയർ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഇത് നമ്മൾ നല്ല പോലെ പഠിച്ചാണ്. ഈ ഒരു രണ്ടെണ്ണം വേണം. മൂന്നാമത് പറഞ്ഞുകൊണ്ട് അനുയോജ്യമായ ആംപേറേജ് ഉള്ള ഫ്യൂസ് വെയർ ഘടിപ്പിക്കുക. അല്ല, നിങ്ങൾക്ക് ഈ ഒരു രണ്ടെണ്ണം കൊടുക്കണം. ഫ്യൂസ് വെയറിന്റെ അഗ്രങ്ങളിൽ യഥാസ്ഥാനത്ത് ദൃഢമായി ബന്ധിപ്പിക്കണം. ദ എൻഡ്സ് ഓഫ് ദ ഫ്യൂസ് വെയർ മസ്റ്റ് ബി കണക്ടഡ് ഫിർംലി അറ്റ് അപ്രോപ്രിയേറ്റ് പോയിന്റ്സ്. ഫ്യൂസ് വെയർ കാരിയർ ബേസിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കരുത്. ദ ഫ്യൂസ് വെയർ ഷുഡ് നോട്ട് പ്രൊജക്ട് ഔട്ട് ഓഫ് ദ കാരിയർ ബേസ്. ഓക്കെ, സെറ്റാന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഓണം എക്സാമില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ എ സർക്യൂട്ട് ഓൺ പാസിംഗ് കറന്റ് ഈസ് നോൺ ആസ് ദ ജൂൾ ഹീറ്റിംഗ്. പോട്ടെ, സ്റ്റേറ്റ് ജൂൾസ് ലോ. ജൂൾ നിയമം പ്രസ്താവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ജൂൾ നിയമം നമ്മൾ പഠിച്ചതാണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുതി പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെയും പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന്റെയും നേരാനുപാതത്തിലായിരിക്കും. ഇത് നമ്മൾ മലയാളം മീഡിയംകാർ കാണാതെ പഠിച്ചാണ്. ഇംഗ്ലീഷ് മീഡിയംകാരാണെങ്കിൽ ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് ഓഫ് ക്യാരിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറന്റ് ഇൻ ദ കണ്ടക്ടർ, ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ദ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറന്റ് എന്ന് നമ്മൾ കാണാൻ പഠിച്ചാണ്. ഇങ്ങനെ കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. I²RT വെച്ച്, I²RT ആണ് ജൂൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ കണക്ട് ചെയ്ത് നിങ്ങൾ കാണാതെ പഠിക്കാതെ മനസ്സിലാക്കി പഠിക്കുക. കാണാതെ പഠിച്ചാൽ അപ്പത്തേനും പെട്ടെന്നൊക്കെ പറയും, പക്ഷെ പരീക്ഷ വരുമ്പോൾ നിങ്ങൾ ശരിക്കും പഠിക്കും. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഹൗ മെനി കലോറി ഓഫ് ഹീറ്റ് വിൽ ബി ഡെവലപ്ഡ് ഇൻ എ 200 ഓം 200 ഓം റെസിസ്റ്റർ വെൻ എ കറണ്ട് ഓഫ് 0.3 ആംപിയർ ഇസ് പാസ്ഡ് ഫോർ 5 മിനിറ്റ്. 200 ഓം പ്രതിരോധത്തിലൂടെ 0.3 ആംപിയർ കറണ്ട് 5 മിനിറ്റ് നേരം കടത്തിവിട്ട എത്ര കലോരി താപം ഉൽപ്പാദിപ്പിക്കുമെന്ന് കണക്കാക്കി. കലോറിയാണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ ഞാൻ ഇവിടെ ജൂളിൽ എഴുതിയിട്ടുള്ളൂ. നമുക്ക് കലോറി കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബൈ 4.2 ഒക്കെ ഇട്ട് ചെയ്യണം. നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ജൂളിലാണ് പഠിക്കുന്നത്, ജൂളിൽ പഠിച്ചാൽ മതി. കലോറി അത്രയ്ക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നോക്കാം. നമുക്കിവിടെ R തന്നിട്ടുണ്ട് 200 ഓം, കറണ്ട് തന്നിട്ടുണ്ട് 0.3 ആംപിയർ. പിന്നെ അതുപോലെ ടൈമാണ് നിങ്ങളവിടെ ശ്രദ്ധിക്കുന്നത്. ടൈം 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 നിങ്ങളവിടെ ശ്രദ്ധിക്കുക. ടൈം 5 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് ആണ് ടൈമിന്റെ യൂണിറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ആക്കണമെങ്കിൽ അതിനെ 60 കൊണ്ട് ഗുണിക്കുക. മിനിറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ 60 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് സെക്കൻഡ് ആയിട്ട് മാറും. അപ്പൊ 300 സെക്കൻഡ് ആണ്. 300 സെക്കൻഡ്. അപ്പൊ 200 റെസിസ്റ്റർ 0.3 ആംപിയർ കറണ്ട് 300 സെക്കൻഡ് ടൈം. അപ്പം എച്ച് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് H=I²RT ആണ്. അതാണ് ജൂൾസ് ലോ. അപ്പം I² എന്ന് പറഞ്ഞാൽ 0.3 ആംപിയർ ആണ്. അപ്പൊ 0.3 × 0.3. R എന്ന് പറയുന്നത് 200 ഓം ആണ്. സോ 200 T എന്ന് പറയുന്നത് 300 സെക്കൻഡ് ആണ്. സോ 300. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഗുണിച്ച് നോക്കുമ്പോൾ 5400 ജൂൾ കിട്ടി. ഇത് ജൂളിലാണ്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ജൂളിലാണ്, കലോറിയിലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ
ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മൾ ഇനി ഇടുന്നതായിരിക്കും. അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ SLCയിൽ പഠിക്കുന്ന കൂട്ടർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വിലയേറിയ ഫീഡ്ബാക്സ് ഒക്കെ അയച്ചെടുക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ അതുപോലെ ഇനി ഏത് ചാപ്റ്റർ നിങ്ങൾക്ക് പാടുള്ള ചാപ്റ്റർ ഏതാണെങ്കിൽ നിങ്ങൾ പറയാം, ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോസ് എടുക്കുക. പിന്നെ നമ്മൾ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, മാസ്റ്റർ സീരീസ് അത് നമ്മൾ ഡിലേ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം ഇത് ഫിസിക്സ് ഉണ്ട്, അതുപോലെ IT, പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ, ഇതൊക്കെ നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അത് കുറച്ച് ഡിലേ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് വരുന്നതായിരിക്കും. കാരണം നമുക്ക് ജ്യാമിതിയും ബീജഗണിതവും ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറഞ്ഞ പാഠം പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് പാഠം തൊട്ട് നമുക്ക് പിന്നെ റിവൈസ് ചെയ്ത് വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ചാപ്റ്റർ തീർക്കുന്നതായിരിക്കും. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഷോർട്സ് കാണാൻ ശ്രമിക്കുക കൂടുതൽ. നിങ്ങൾക്ക് ഫ്രേസൽ വെർബ്സ്, നിങ്ങൾക്ക് ആ ഒരു 5 മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഫ്രേസൽ വെർബ്സ് കൂടുതലും കാണാൻ ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. ആ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നിങ്ങൾ എല്ലാവരും പോയി ആ ഷോർട്സ് കാണുക. നമ്മൾ ഡെയിലി ഷോർട്സ് ഇടുന്നുണ്ട്. ഫ്രേസൽ വെർബ്സ് ഇപ്പം കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ എന്തുവാ, നമ്മൾ ഐ ടിയുടെ തിയറി വീഡിയോസ് മാക്സിമം ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് സാങ്കേതികപരമായ കുറച്ച് തകരാറുകൾ മൂലമാണ് എനിക്ക് ഐ ടിയുടെ തിയറി ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റാത്തത്. ഇതുപോലെ എനിക്ക് ഐ ടിയുടെ തിയറി ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഡിലേ ആവുന്നത്. മാസ്റ്റർ സീരീസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും, പെട്ടെന്ന് വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു ഫിസിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ, അല്ലെങ്കിൽ പിന്നെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഇതുപോലത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ കാണാണ്ട് നിങ്ങൾ സഹകരിക്കണം. നിങ്ങൾക്ക് പാടുള്ള ചാപ്റ്റർ ഏതാണോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ആ ഒരു ആര് കമന്റ് ചെയ്താലും ആ ചാപ്റ്റർ നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഒരാൾ കമന്റ് ചെയ്താൽ ഒരാൾക്ക് വേണ്ടി നമ്മൾ പരിഗണന കൊടുത്ത് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടെ പറഞ്ഞു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.